അപ്പോൾ എന്തായാലും ഞാനൊന്ന് സ്പോട്ട് പ്ലസിൽ കാൽ കൊടുക്കുന്നു. നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 2 മാസം മുമ്പ് ഡൽഹിയിലെ ഒരു ഹോട്ടലിലെ ബാങ്കറ്റ് ഹാളിൽ നമ്മൾ കണ്ട ഒരു വാഹനമാണ് ഇന്ന് എന്നോടൊപ്പം കൊച്ചിയിൽ ഈ ഒരു വിശാലമായ ഗ്രൗണ്ടിലുള്ളത്. ഇതിൻ്റെ പേര് മെർസിഡസ് ബെൻസ് CLE 53 AMG എന്നാണ്. എല്ലാവർക്കും ബൈജു എന്നാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലംബോർഗിനികളും ഫെരാരികളും അരങ്ങ് വാഴുന്ന സ്പോർട്സ് കാർ രംഗത്ത് എന്താണ് ഇങ്ങനൊരു വാഹനത്തിൻ്റെ പ്രസക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ അവയുടെയൊക്കെ പകുതി വിലയ്ക്ക് കിട്ടുന്ന ഗംഭീര ഒരു സ്പോർട്സ് കൂപ്പയാണ് ഇതെന്നാണ് പറയേണ്ടത്. 3 ലിറ്റർ 450 BHP എഞ്ചിനാണ്. 450 കുതിരകളുടെ ശക്തിയാണ് ഈ ബോണറ്റിനുള്ളിലുള്ളത്. അതുപോലെ തന്നെ സ്ട്രൈറ്റ് 6 ട്വിൻ ടർബോ എഞ്ചിൻ കൂടിയാണ്. എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ പെർഫോമൻസ് പ്രതീക്ഷിക്കാം. 4.2 സെക്കൻഡ്സ് മതി ഈ വാഹനത്തിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അങ്ങനെയൊക്കെയുള്ള CLE 53 AMG എന്ന ഈ വാഹനത്തെക്കുറിച്ച് നിങ്ങൾ 2023 മുമ്പ് കേട്ടിട്ടേ ഉണ്ടാവുകയില്ല. കാരണം ഈ ഒരു നെയിം പ്ലേറ്റ് ബെൻസ് ആദ്യമായി കൊണ്ടുവരുന്നത് 2023 എന്താണ് ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് C ക്ലാസ് ആണോ E ക്ലാസ് ആണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ളൊരു വാഹനമാണ്. അതായത് C ക്ലാസിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ E ക്ലാസിൻ്റെ വലിപ്പവും ഒക്കെ ചേരുന്നൊരു വാഹനമാണ്. കാഴ്ചയിൽ അത്ര വലുതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന സത്യം പറയാം. ഏതാണ്ട് 5 മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ നീളം. 2875 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന വലിയ SUV-കളുടെയൊക്കെ വലിപ്പമാണ് നീളം നോക്കിയാൽ ഈ വാഹനത്തിനുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസിന് ഒരല്പം ശോകം എന്ന് പറയുന്നത് 120 മില്ലിമീറ്റർ ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ്. പക്ഷേ ഒരല്പം ചെരിച്ചൊക്കെ എടുത്താൽ നമ്മളിപ്പോൾ ഓടിച്ചു വന്നപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇദ്ദേഹം സൃഷ്ടിച്ചില്ല. എന്തായാലും അല്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. പക്ഷേ മറ്റു തരത്തിലെല്ലാം തന്നെ ഗംഭീരമായ കംഫർട്ടബിൾ വാഹനം കൂടിയാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു 2 ഡോർ വാഹനമാണ്. പിൻഭാഗത്തും സീറ്റുണ്ട്. പക്ഷേ കയറണമെങ്കിൽ മുൻഭാഗത്തെ ഡോർ തുറന്ന് സീറ്റ് ഒരല്പം ചെരിച്ച് വേണം ഉള്ളിലേക്ക് കയറാൻ. എന്തായാലും കാഴ്ചയിൽ വളരെ വ്യത്യസ്തമായ രൂപമാണ് ഈ വാഹനത്തിന്. അങ്ങേയറ്റം സ്പോർട്ടി എന്നാണ് പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ E ക്ലാസ് ആണോ C ക്ലാസ് ആണോ എന്ന് സംശയം തോന്നുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം ഇത് SUV ആണോ അതുപോലെ കൂപ്പയാണോ എന്താണ് സാധനം. ആ രീതിയിൽ വളരെ വ്യത്യസ്തമായ രൂപഭംഗിയുണ്ട്. എനിക്ക് ഈ രൂപമായിട്ട് കുറച്ചെങ്കിലും സാഹസം തോന്നുന്നത് പഴയ ഒരു 640D BMW ഉണ്ടല്ലോ, അതിൻ്റെ 2 ഡോറിന് ഏതാണ്ട് ഈ ഒരു രൂപമായിരുന്നു. അതിനുശേഷം കുറച്ച് കാലമായിട്ട് ഇത്തരം രൂപങ്ങളില്ലായിരുന്നെങ്കിൽ അതിപ്പോൾ CLE 53 AMG തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും ഒരു വാഹനം വാങ്ങുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കുക. ഒന്ന്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി അതെങ്ങനെയുണ്ടെന്ന് നോക്കും. പിന്നെ ഇലക്ട്രിക് ആണോ, അതുപോലെ അതിന് ഭാവിയിൽ വിലയുണ്ടാകുമോ, അതായത് റീസെയിൽ വാല്യൂ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കും. രണ്ടാമത്തെ കാര്യം സുരക്ഷിതമാണോ എന്നുള്ള കാര്യമാണ്. മൂന്നാമത്തേത് നമുക്കിത് മുതലാകുമോ എന്നുള്ള കാര്യമാണ്. ഇത് വാഹനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ സമ്പത്തിൻ്റെ കാര്യത്തിലും വളരെ ശരിയാണ്. സമ്പത്ത് വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത് നമുക്കത് അത്രയൊന്നും ഉപയോഗപ്രദമാകില്ല എന്നുള്ളതാണ് കാര്യം. സാധനങ്ങളുടെ വിലയൊക്കെ ആ രീതിയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗം നിക്ഷേപത്തിന് വേണ്ടി മാറ്റിവെക്കണം. പക്ഷേ നിക്ഷേപിക്കുന്ന സമയത്തും ഇതേപോലെ സുരക്ഷയും ഒക്കെ മുൻനിർത്തി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നിക്ഷേപിച്ച പണം പോകാതെ നികുതി ഇളവുകളോടെ എന്നാൽ മാർക്കറ്റിൽ നിന്ന് ലാഭം കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികളുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു വരുന്നത് ICICI പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെ NFO BSE 500 എൻഹാൻസ്ഡ് വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-7 വർഷങ്ങളിൽ 36.3%, 24.6% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ബാങ്കിലെ റിട്ടേൺസുമായിട്ട് ഒത്തു നോക്കുമ്പോൾ എത്ര മടങ്ങാണ് ഇവിടെ വ്യത്യാസം വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയതുകൊണ്ട് നിക്ഷേപിച്ച പണം പോകില്ല എന്ന ഉറപ്പും കൂടിയുണ്ട്. പക്ഷേ ഈ വരുന്ന നവംബർ 9 വരെ മാത്രമേ ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാം. ഇവിടെ NAV 10 രൂപയാണ്. അതുകൂടാതെ നമ്മളടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം.
പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടി രൂപ വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും മറക്കണ്ട, ENFOയുടെ അവസാന തീയതി ഈ വരുന്ന നവംബർ 9 വരെയാണ്. അതായത് ഇനി 11 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും കഴിയും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യം ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജൻറ്റ് വീട്ടിൽ വന്ന് നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് വാഹനത്തിൻ്റെ രൂപത്തിലേക്ക് പ്രവേശിക്കാം. രൂപം എന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ പോലെ വളരെ ഗംഭീരമായ രൂപമാണ്. മുൻഭാഗമൊക്കെ അങ്ങനെ പവർ ഇങ്ങനെ കാത്തി നിൽക്കുന്ന ഒരു രൂപം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മുൻഭാഗത്ത് കാണുന്ന നമ്മുടെ സിരകളെ ത്രസിപ്പിക്കുന്ന ആ ഒരു ട്രൈസ്റ്റാർ എംബ്ലം തന്നെയാണ്. അത് ബെൻസിൻ്റെ ആ ലോഗോ തീർച്ചയായിട്ടും അതിൻ്റെ ഭംഗി കൂടി വരികയാണെന്ന് തോന്നുന്നു ഓരോരോ വാഹനങ്ങളിലേക്ക് വരുമ്പോഴും. ഇപ്പോൾ ഇത് ഫുൾ ബ്ലാക്ക് ആയതിൻ്റെ ഒരു ഭംഗി കൂടിയുണ്ട്. നമ്മൾ അന്ന് ഒരു വോക്ക് അറൗണ്ട് ചെയ്തത് മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള വാഹനമായിരുന്നെങ്കിൽ ഇത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള വാഹനമാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി കാണാൻ ഭംഗി എന്നുള്ള കാര്യമാണ്. ഇവിടെ വളരെ വിശാലമായ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു AMG ഗ്രില്ല് അതേപടി എടുത്ത് വെച്ചിട്ടുണ്ട്. താഴെയായിട്ട് 2 സൈഡിലും എയർ കർട്ടനുകൾ കൊടുത്തിരിക്കുന്നു. കൂടാതെ അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ധാരാളം സെൻസേഴ്സ് നമുക്ക് കാണാം. താഴെയായിട്ട് ലോവർ ലിപ്പ് പോലൊരു ഭാഗമുണ്ട്, ഒരു സ്കേർട്ടിങ് പോലെ തോന്നിക്കുന്ന ഭാഗം, അതും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ കാര്യമായ രീതിയിൽ എയർ ലാമ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ഹെഡ് ലാമ്പാണ് ഏറ്റവും രസകരമായ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് ഡിജിറ്റൽ ലൈറ്റാണ്, LED ഡിജിറ്റൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നീല നിറമുള്ള ചില ലൈനുകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ ഷാർപ്പാണെന്നുള്ള കണ്ടാലറിയാം. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് DRL-ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ നീളമുള്ള BMW C4 ഒക്കെ പോലെ വളരെ നീളമുള്ള ബോണറ്റാണ്. അതിൽ ഒരു എയർ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ഗംഭീരമായ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബോണറ്റ് ലൈനും കാണാം. ഈ വശങ്ങളിലൊക്കെ ആണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ള ലൈനുകളൊക്കെയാണ്. നിങ്ങൾ വശക്കാഴ്ചയിൽ കൃത്യമായി നിങ്ങൾക്ക് കാണാം. ഈ മുൻഭാഗത്തെ കട്ടുകളും ഗ്രീസുകളും ഒക്കെ വളരെ രസകരമായിട്ടുണ്ട്. വളരെ പവർഫുള്ളാണ് ഈ വാഹനമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുൻഭാഗം തീർച്ചയായിട്ടും ഉണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വീലാർത്ത് നിറഞ്ഞു നിൽക്കുന്ന 20 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് കാണുന്നത്. അതിൻ്റെ ഈ അലോയ് വീലിൻ്റെ ആ ഒരു രൂപകൽപ്പന എന്ന് പറയുന്നത് അതിഗംഭീരമാണ് കേട്ടോ. സാധാരണ നമ്മൾ സ്ഥിരം കാണുന്ന രൂപത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന റെഡ് കാലിപ്പേഴ്സ്, അതിൻ്റെ ഒരു ഭംഗിയും ഡിസൈൻ ഭംഗിയും നല്ല രസകരമായിട്ടുണ്ട്. അതിൽ AMG എന്നുള്ള ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ടർബോ ഫോമാറ്റിക് പ്ലസ് എന്നുള്ള ബാഡ്ജിങ്ങാണ് കാണുന്നത്. ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്. അതിൻ്റെയൊക്കെ ഒരു ലോഗോയൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇവിടെയും ഒരു എയർ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ 4.2 സെക്കൻഡ്സ് കൊണ്ട് ഇത്രയും വലിയൊരു വാഹനം 100 കിലോമീറ്റർ വേഗത എടുക്കണമെങ്കിൽ അത്ര അധികം എയറോഡൈനാമിക് ആയിരിക്കണം. അതൊക്കെയാണ് നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന. അത്തരം ഈ എയർ ഫ്ലോയുടെ കാര്യത്തിലൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ ഇവിടെ വളരെ വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ. അതിൻ്റെ പിൻഭാഗത്ത് സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു കോർണർ ഗ്ലാസ് പോലെ, അതും അല്പം വലുതാണ് എങ്കിൽ ഇവിടെയൊക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗമൊക്കെ. ഇവിടെ ആകെ ബ്ലാക്ക് അല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഡോർ ഹാൻഡിൽ മാത്രമാണ്. താഴേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ ഒരു ലോവർ ലിപ്പ് പോലെ ഭാഗം നീളുന്നുണ്ട്. അതിനും ഈ ഒരു ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. സൈഡ് വ്യൂ മിറേഴ്സിനൊക്കെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടേൺ ഇൻഡിക്കേറ്റർ അതിലുണ്ട്. ഹൈറ്റ് താരതമ്യേന കുറവാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. എൻ്റെ ഹൈറ്റിൻ്റെയൊക്കെ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു പ്രൊഫൈലാണ് ഈ വാഹനത്തിനുള്ളത്. പക്ഷേ ഈ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും കാര്യങ്ങൾ പാടെ മാറുന്നു. രൂപം എന്ന് പറയുന്നത് അതീവ രസകരമാണ്. അങ്ങനെ ചെരിഞ്ഞ ഈ ഒരു ബൂട്ടിലേക്ക് ഇറങ്ങിയാണ് ഈ ഒരു പിൻഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സി പില്ലറിൻ്റെ ഭാഗം തൊട്ട് അങ്ങനെ കാര്യങ്ങൾ പാടെ മാറുന്നു. തന്നെയല്ല, നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ കാണാം മുൻഭാഗത്തിനേക്കാളും കുറച്ചുകൂടി വീതിയുള്ള പിൻഭാഗമാണ്. ഒരു വൈഡർ ട്രാക്കാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ മുൻഭാഗത്ത് നോക്കുമ്പോൾ രസകരമായ ഒരു ഡിസൈൻ തീർച്ചയായിട്ടും ഈ വാഹനത്തിന് തോന്നുന്നുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ബെൻസിൻ്റെ പല വാഹനങ്ങളുമായിട്ട് ഈ ഒരു ഭാഗത്തിന് സാമ്യമുണ്ട്. പക്ഷേ ഈ ചെരിഞ്ഞിറങ്ങുന്ന റൂഫും അതുപോലെ തന്നെ ഇത്രയും ചെരിഞ്ഞിറങ്ങുന്ന ഈ ഒരു ഗ്ലാസ് ഏരിയയും മറ്റ് വാഹനങ്ങൾക്ക് പൊതുവേ ബെൻസിൻ്റെ വാഹനങ്ങൾ കാണാറില്ല. ഇവിടെ AMG എന്നുള്ള ബാഡ്ജിങ്, അതുപോലെ തന്നെ വളരെ വിശാലമായ ടെയിൽ ലാമ്പ്, അത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് 4 SOS പൈപ്പുകൾ കൊടുത്തിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു നമ്മളെ എന്താ പറയുക ആവേശം കൊള്ളിക്കുന്നൊരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഭാഗത്തായിട്ടും ഡിസൈൻ എലമെൻറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. CLE 53 എന്നുള്ള ബാഡ്ജിങ്ങാണ് നമ്മളിവിടെ കാണുന്നത്. CLE 53 കൂടാതെ നമ്മൾ അന്ന് ഈ 2 മാസം മുമ്പ് ഡൽഹിയിൽ വോക്ക് അറൗണ്ട് ചെയ്ത കൂട്ടത്തിൽ ഒരു CLE 300 ക്യാബ്രിയോലെ കൂടെയുണ്ട്. ഈ 2 നെയിം പ്ലേറ്റുകളാണ് പുതുതായിട്ട് ബെൻസിൻ്റെ ഈ ഒരു പുതിയ ഉൽപ്പന്ന നിരയിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. അത് നമുക്ക് ഉടനടി തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അതൊരു കിട്ടുന്ന സാധനമാണ്, ക്യാബ്രിയോലെയാണ്. ഇവിടെ ബൂട്ട് ലിഡിലായിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ പോലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. വാഹനം വളരെ സ്പീഡിൽ പോകുമ്പോൾ താഴേക്ക് ഒരു പ്രഷർ കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ കുറേ കൂടി റോഡ് ഗ്രിപ്പും കിട്ടും. അതോടൊപ്പം തന്നെ ഒരു കോൺഫിഡൻസ് കൂട്ടുകയും ചെയ്യും വളരെ സ്പീഡിൽ പോകുമ്പോൾ. മറ്റൊരു കാര്യമുള്ളത് ബൂട്ട് സ്പേസാണ്. ബൂട്ട് സ്പേസ് നമ്മൾ അന്നും പറഞ്ഞിരുന്നു. ഈ ഒരു വലിയ സ്പെയർ ടയർ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്പെയർ ടയർ പൊതുവെ ഇത്തരം വാഹനങ്ങൾ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വാഹനത്തിൽ അത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് കുറവാണ്. അല്ലെങ്കിൽ 400 ലിറ്റർ കൂടുതൽ ബൂട്ട് സ്പേസ് ഉണ്ട്. അതായത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കയറ്റാൻ സാധിക്കും. ആ ഒരു സാധനം ഇരിക്കുന്നത് തീർച്ചയായിട്ടും കുറച്ച് ബൂട്ട് സ്പേസ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്തു.
അപ്പോൾ ഒരു വളരെ പ്രാക്ടിക്കൽ വാഹനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ബൂട്ട് സ്പേസ് മോശമല്ലാതെ ഉണ്ട്, ഇത്രയധികം നീളമുണ്ട്, 2875 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ പ്രാക്ടിക്കൽ വാഹനമാണ്. പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ അല്പം കുറയാവുന്ന ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ റോഡുകളെല്ലാം ഹൈവേകളെല്ലാം പണിയൊക്കെ തീർന്നു കഴിയുമ്പോഴാണ് ഇത്തരം വാഹനങ്ങൾ പ്രസക്തി വരുന്നത്. ആ സമയത്ത് പൊളിക്കാം സാറേ എന്ന് പറയുന്ന സംഭവം ഗംഭീര സംഭവമായിട്ട് മാറും. അപ്പോൾ ഇത്തരം വാഹനങ്ങളൊക്കെ ഉള്ളവരൊന്നും വിൽക്കാതെ വെച്ചേക്കാം കേട്ടോ. നമ്മുടെ ഹൈവേകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ US അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്താ പറയുക, വെൽക്കമിങ് ഇൻറ്റീരിയർ എന്നൊക്കെ പറയില്ല, വാ എന്നെ ഓടിച്ചുകൊണ്ട് പോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇൻറ്റീരിയറാണ്. എന്താണ് രസം എന്നറിയോ, ഫുൾ ബ്ലാക്കിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഫുൾ ബ്ലാക്കിൻ്റെ ഭംഗി എന്നുള്ളത് മാത്രമല്ല, സാധാരണഗതിയിൽ ഇത്തരം വാഹനങ്ങളിൽ ഒരു കാർബൺ ബ്ലാക്ക് ഫിനിഷൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ടെക്സ്റ്റേഡ് ആയിരിക്കുമെങ്കിൽ ഇത് ഫുൾ ഗ്ലോസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. സാധാരണഗതിയിൽ അത്തരം ആ ഒരു ഗ്ലോസി ഫിനിഷ് എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഇതിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക്, അതുപോലെ തന്നെ ഇവിടെ റെഡ് സ്റ്റിച്ചിങ്, ഇവിടെയൊക്കെ ഒരു അലൂമിനിയം ഫിനിഷ്, ഇവിടെ ഈ ഒരു കാർബൺ ഫൈബർ ഫിനിഷ്, വീണ്ടും അലൂമിനിയം ഫിനിഷ്, ബ്ലാക്ക്, ഇതൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലൊരു കളർ തീം എന്ന് പറയുന്നത്. നിങ്ങളിപ്പം ബെൻസിൻ്റെ പുതിയ C ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഏകദേശം ഒരു സാമ്യനുണ്ട്. C ക്ലാസിൻ്റെ ഉൾഭാഗമാണ് ഏകദേശം ഇതിനെ ഒരു ഫോളോ ചെയ്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. എങ്കിൽ പോലും കുറേ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ ഒരു വലിയ 12.3 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് കാണുന്നത്. അത് എത്ര ഭംഗിയായിട്ടാണ് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണുക. ഒട്ടും തന്നെ നമ്മുടെ എന്താ പറയുക വ്യൂവിനെ ഒന്നും തടസ്സപ്പെടുത്താത്ത രീതിയിൽ അതങ്ങനെ അവിടെ പറ്റി ചേർന്ന് ഇരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. പിന്നെ ബെൻസിൻ്റെ തനത് AC വെൻറ്റുകൾ അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ. ഈ ഭാഗത്ത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്, അതുപോലെ തന്നെ ഈ താഴെയായിട്ട് നിങ്ങൾക്ക് വാഹനം ഐഡിലാകുമ്പോൾ ഓഫ് ആകുന്ന ആ സിസ്റ്റം ഓഫ് ചെയ്യണമെങ്കിലുള്ള സ്വിച്ച് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്ക്രീനിലേക്ക് വരുമ്പോൾ ബെൻസിൻ്റെ ഏറ്റവും പുതിയ MBUX സോഫ്റ്റ്വെയർ കാര്യമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങൾ, 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങൾ, അത്ര എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബർമിസ്റ്ററിൻ്റെ ഗംഭീര മ്യൂസിക് സിസ്റ്റം ഇതിൻ്റെ അത് വന്നിട്ടുണ്ട്. പിന്നെ വോയിസ് കമാൻഡ് പോലുള്ള കാര്യങ്ങൾ, അതെല്ലാം MBUX ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല. പിന്നെ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഇപ്പം ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അതുപോലെ അറ്റൻഷൻ അസിസ്റ്റ്, കാർ വാഷ് മോഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്ര എല്ലാ കാര്യങ്ങളും ഇതിലാണ് കാണുന്നത്. മറ്റ് ഫിസിക്കൽ സ്വിച്ചുകൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ഒന്നും കാണാനില്ല. പിന്നെ കുറച്ചെങ്കിലും ഫിസിക്കൽ സ്വിച്ച് ഉള്ളത് സ്റ്റിയറിങ്ങിലാണ്. ബാക്കി എല്ലാം തന്നെ ഈ സ്ക്രീനിൽ ഒതുക്കിയിരിക്കുകയാണ്. അതൊന്ന് സെറ്റായി വരണമെന്നേ ഉള്ളൂ. നമ്മളൊന്ന് പഠിച്ച് സെറ്റായി വരികയാണെങ്കിൽ സംഭവങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ മീഡിയ, MB ആപ്പ്, കംഫർട്ട്, പെർഫോമൻസ്, ട്രാക്ക് പേസ്, അത്തരം പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് കാണുന്നത്, IWC എന്ന് പറയുന്നൊരു സ്വിസ് വാച്ച് കമ്പനിയാണ്. അത് ഒരു എഞ്ചിനീയറിംഗ് പാർട്ട്ണറാണ് ബെൻസിൻ്റെ. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതൊരു സ്റ്റോപ്പ് വാച്ചായിട്ട് ഉപയോഗിക്കാം, കൂടാതെ സമയം അറിയാനൊക്കെ ഉപയോഗിക്കാം. അത് കണ്ടോ, സ്റ്റോപ്പ് വാച്ച് ആരംഭിച്ച് കഴിഞ്ഞു. വേണ്ട, ബോംബ് കിട്ടുന്ന പോലെ തോന്നുന്നു കാണുമ്പോൾ. എൻജിൻ്റെ പല ടോർക്കും പവറും അത്തരം കാര്യങ്ങളെല്ലാം, വെഹിക്കിളിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. സസ്പെൻഷൻ സെറ്റിങ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണാം. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണെങ്കിൽ ട്രാക്ക് പേസിലേക്ക് വരുമ്പോഴത്തേക്കും ആക്ടിവേറ്റ് ആൻഡ് യൂസ് ഓൺലി ഓൺ ക്ലോസ്ഡ് ഓഫ് ട്രാക്സ് എന്നാണ് പറയുന്നത്. നമുക്ക് നോ ട്രാക്സ് ഇൻ വിസിനിറ്റി, അതുകൊണ്ട് തന്നെ അതൊന്നും കാണിക്കുന്നതില്ല. പിന്നെ ഡ്രാഗ് റേസിൻ്റെ അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഈസ് ബീങ് കണ്ടക്റ്റഡ് ഓൺ എ ക്ലോസ്ഡ് ഓഫ് ട്രാക്ക്, അതൊന്നും സമ്മതിക്കുന്നില്ല. നമ്മൾ നല്ല ട്രാക്കിലല്ലാതെ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ടെലിമെട്രി, ഡ്രാഗ് റേസ്, പിന്നെ ലോഞ്ച് കൺട്രോൾ, അത്തരം പല കാര്യങ്ങളുടെയൊക്കെ ഇൻഫർമേഷനുകളും സെറ്റിങ്സും ഒക്കെയാണ് നമ്മൾ അതിൽ കാണുന്നത്. അതെല്ലാം ഇതൊരു പക്ക സ്പോർട്സ് കാറാണെന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. എന്തായാലും ഇതിലേക്ക് ഇനി അധികം പോകണമെന്നില്ല, കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിലുള്ള ധാരാളം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇതിൽ 64 കളേഴ്സിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് ഉള്ള കാര്യങ്ങൾ, അത്ര എല്ലാ കാര്യങ്ങളും നമുക്കിതിലാണ്. എന്തായാലും
സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം പതിവ് പോലെ തന്നെ നമ്മൾ കാണുന്നത് ഇതിലാണ്, ഡോർ പാഡിലാണ്, ബെൻസിൻ്റെ എല്ലാ വാഹനങ്ങളുടെ പോലെ. അതുപോലെ ഫ്രെയിംലെസ് ആയിട്ടുള്ള ഡോറാണ് കാണുന്നത്, അത് വളരെ രസകരമായിട്ടുണ്ട്. അതും നമ്മളെ ഓർപ്പിക്കുന്നത് ബെൻസിൻ്റെ പഴയ BMW പഴയ 640D പോലുള്ള വാഹനങ്ങളൊക്കെയാണ് എന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും സീറ്റാണ് ഇതിൻ്റെ അത് ഏറ്റവും ഗംഭീരമായൊരു സംഭവം എന്ന് പറയുന്നത്. കുറച്ച് എന്താ പറയുക, ഫേം സൈഡാണ് സീറ്റിൻ്റെ കാര്യത്തിൽ. പക്ഷേ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള വളരെ സുഖകരമായ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. വെൻറ്റിലേറ്റഡ് സീറ്റാണ്, AMG എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു റൈസ് ടൈപ്പ് ഓഫ് സീറ്റ് എന്നാണ് വിളിക്കേണ്ടത്. നല്ല തള്ളി നിൽക്കുന്ന വളരെ വലിയൊരു ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള കൂപ്പേ ഡിസൈനുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും തന്നെ പറയാം നമ്മൾ സൺറൂഫ് കാണാറില്ല. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ സൺറൂഫ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് രസകരമായ ഒരു കാര്യമാണ്. ഓപ്പൺ ചെയ്യാവുന്ന സൺറൂഫാണ്, അല്ലാതെ മൂൺ റൂഫൊന്നുമല്ല. അതങ്ങനെ വരുമ്പോൾ പിൻഭാഗത്തേക്ക് ഒരല്പം തള്ളി നിൽക്കുന്നതൊക്കെ രസമുള്ള കാര്യമാണ്. ഓടിപ്പോകുമ്പോൾ രസമാണ് അത്, അങ്ങനെ അല്പം പിന്നിലേക്ക് തള്ളി നിൽക്കുന്ന കാര്യം. ഇത് ഓർപ്പിക്കുന്ന മറ്റൊരു വാഹനത്തെയാണ്, ഏതാണെന്നറിയോ, നമ്മുടെ സ്കോഡ ഒക്ടേവിയ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഒക്ടേവിയ അല്ല, സൂപ്പറിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന രസമുള്ള കാര്യമാണ്. ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ നമുക്ക് പറയാവുന്ന കാര്യമാണ്. എന്തായാലും അത് കൊള്ളാം. സൺറൂഫ് എന്ന് പറയുന്നത് പൊതുവെ ഇല്ലാത്ത കാര്യമാണ്. ഇത്തരം വാഹനങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വലിയൊരു സെൻട്രൽ കൺസോളാണ്. ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് സെൻട്രൽ കൺസോൾ എന്ന് പറയുന്നത്. അതിൽ വയർലെസ് ചാർജിങ് പാഡ് കൂടാതെ 2 ചാർജിങ് പോർട്ടുകൾ, സി ടൈപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു, കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ആ ഒരു സംഭവം, AMG കീ ഫാബ് എന്ന് പറയുന്നത്. അതിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, 1-2 ചെറിയ ബട്ടണുകൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. എന്തായാലും കപ്പ് ഹോൾഡേഴ്സും കിടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും വിശാലമായ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരുന്നു. അവിടെയും ചാർജർ കൊടുത്തിട്ടുണ്ട്. സുഖമായിട്ട് കൈവച്ചിരിക്കാവുന്ന ഗംഭീരമായൊരു സീറ്റിംഗ് പൊസിഷൻ അത് സമ്മാനിക്കുന്നുണ്ട്. പിന്നെ ഇതാണൊരു സംഭവം എന്ന് പറയുന്നത്. ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ദൈവമേ കൊടുത്തിരിക്കുന്നതെന്നൊരു സംശയം നമുക്ക് തോന്നും. അപ്പോൾ അതിൽ വിശദമായി പഠിക്കുകയാണെങ്കിൽ ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് തുടങ്ങാം. 2 പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ വൈപ്പറിൻ്റെയും മറ്റും സംഭവങ്ങൾ. ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഹോം സ്ക്രീനിൻ്റെ സെറ്റിങ്സിലേക്കൊക്കെ പോകാം. ഇവിടെ നമുക്ക് വോളിയം കൺട്രോളിലേക്ക് പോകാം. ഇവിടെ വരുമ്പോൾ ക്രൂയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 2 റോട്ടറി സ്വിച്ചുകളാണ് നമ്മൾ കാണുന്നത്. അതിൽ ഈ ഭാഗത്ത് AMG എന്നെഴുതിയിരിക്കുന്നതിൽ നമുക്ക് സസ്പെൻഷൻ സെറ്റിങ്സ്, അതുപോലെ എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ട് മാറ്റാവുന്ന സെറ്റിങ്സ്, അത്തരം കാര്യങ്ങൾ. ഇവിടെ ട്രാക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡ്രൈവ് മോഡുകൾ, സ്പോർട്ട് പ്ലസ്, പ്രോ, റേസ് തുടങ്ങിയ മോഡുകളിലേക്കൊക്കെ മാറ്റുന്ന സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഇത്തരം സ്വിച്ചുകൾ സഹായിക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരം ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു ആവേശം നമുക്ക് തോന്നുന്ന രീതിയിലാണ്. ഇവിടെയൊക്കെ സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്ര വലിയ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാനില്ല, പക്ഷേ ഫ്ലാറ്റ് ബോട്ടമാണ്. ഇതിൽ റെഡ് സ്റ്റിച്ചിങ്ങുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാമാന്യം വലിയൊരു സ്ക്രീനാണ് നമ്മളിവിടെ കാണുന്നത്. അതിലും ഈ ഒരു റേസ് ട്രാക്കിൽ എങ്ങനെയൊക്കെ വാഹനം പെരുമാറുന്നുള്ളതൊക്കെ അറിയാനുള്ള കൃത്യമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. വെഹിക്കിൾ ഈസ് റെഡി ടു ഡ്രൈവ് എന്ന് കാണിക്കുന്നു. എന്തായാലും അതും ഒട്ടും തന്നെ കാഴ്ച തടസ്സപ്പെടുത്താത്ത രീതിയിലാണ്. കാരണം ഒരല്പം താഴ്ന്ന പ്രൊഫൈലായതുകൊണ്ട് അതൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ അതൊന്നും ഇല്ലാത്ത രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഹെഡ് അപ്പ് ഡിസ്പ്ലേക്ക് അവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ, അതും നമുക്കവിടെ കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഭാഗമൊക്കെ തകർപ്പൻ എന്നാണ് പറയേണ്ടത്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ബർമിസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറൊക്കെ അവിടെ കാണാം. ഇവിടെ ബൂട്ട് ഓപ്പണിങ്ങിൻ്റെ സ്വിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ബെൻസിൻ്റെ എല്ലാ വാഹനങ്ങളും കാണുന്ന പോലെ ലൈറ്റിൻ്റെ സ്വിച്ചുകൾ. താഴെയായിട്ട് നോക്കുമ്പോൾ കാണാം അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പെഡലുകൾക്ക്. അതുമൊക്കെ വളരെ സ്പോർട്ടിയാണ്. എന്തായാലും നല്ല വിസിബിലിറ്റിയും ഗംഭീരമായ സീറ്റിംഗ് പൊസിഷനുമാണ് നമ്മളെ CLE 53 AMGയിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇനി പിൻഭാഗത്ത് കയറാൻ വേണ്ടി മുൻ സീറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് മറയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറി പിൻഭാഗത്തിരുന്ന് കഴിയുമ്പോൾ ഇങ്ങോട്ട് വേടാ. ഇതിപ്പോൾ ഞാൻ ഒത്തിരി ഫ്രണ്ടിലേക്കാണ് ഇട്ടിരിക്കുന്നത്. പിൻഭാഗത്ത് മോശമല്ലാത്ത സീറ്റിംഗ് പൊസിഷനുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, താഴെ അങ്ങനെ ബാറ്ററിയോ ഇലക്ട്രിക് കാറൊന്നും അല്ലാത്തതുകൊണ്ട് വളരെ ഫ്ലാറ്റായ ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തൈ സപ്പോർട്ട് മോശമല്ലാതെ കിട്ടുന്നുണ്ട്. മോശമല്ല എന്ന് പറയാൻ പറ്റും, എങ്കിലും തരക്കേടില്ല. വളരെ വലിയ ഒരു സെൻട്രൽ ടണർ ഉള്ളതുകൊണ്ട് 2 പേർക്കാണ്, സ്ട്രിക്ട്ലി 2 പേർക്കാണ് ഇതിലിരിക്കാൻ സാധിക്കുന്നത്. പിൻഭാഗത്തിരിക്കുന്നവർക്ക് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ 2 AC വെൻറ്റുകൾ, ഇവിടെ മൊബൈലൊക്കെ വയ്ക്കാവുന്ന സ്ഥലം, താഴെയായിട്ട് ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെയും മൊബൈൽ വയ്ക്കാവുന്നൊരു സ്ഥലം കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു മ്യൂസിക് സിസ്റ്റം, ബർമിസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കർ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇത്രയും ഉണ്ട് കേട്ടോ. ഇതാണ് ഒരു ഗ്ലാസ് ഏരിയ പിൻഭാഗത്തിരിക്കുന്നവർക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു സംഭവം തലയ്ക്ക് മുകളിൽ വരെ ഉള്ളതുകൊണ്ട് ക്രാംഡ് ആയിട്ടുള്ള ഫീല് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സീറ്റിൻ്റെയൊക്കെ കംഫർട്ടൊക്കെ കുഴപ്പമില്ല, മോശമല്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, പിന്നെ ഇതൊക്കെ തന്നെ ഒരു ഹെഡ് റൂം എന്ന് പറയുന്നത് മോശമല്ല. തല അങ്ങനെ മുട്ടുകയൊന്നുമില്ല. എങ്കിൽ പോലും നല്ല ഹൈറ്റുള്ള ഒരാൾക്ക് ഇരുന്നാൽ 6 അടിക്ക് മുകളിലാണെങ്കിൽ തല ഒന്ന് ഒരയാനുള്ള സാധ്യതയുണ്ട് മേൽഭാഗത്തുനിന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്.
പിന്നെ കാണുന്ന പോലെ മോശമല്ലാത്ത ലെഗ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ CLA53 AMG ഓടിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾക്കാം. എക്സോസ്റ്റ് നോട്ടെന്ന് വെച്ചാൽ ഇതിൽ പല മോഡുകളുണ്ട്. എക്സോസ്റ്റിന് തന്നെ എക്സോസ്റ്റ് നോട്ടിൻ്റെ മോഡുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിന് ചേഞ്ച് വരും. അപ്പോൾ അതായത് ഡ്രൈവ് മോഡുകൾക്കനുസരിച്ച്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കംഫർട്ട് അല്ലേ. അപ്പോൾ ആദ്യം കംഫർട്ട് മോഡിൽ എന്താണ് എക്സോസ്റ്റ് നോട്ട് നോക്കാം. സ്പോർട്ട് മോഡാണ്, സ്പോർട്ട് മോഡ് എടുത്തത്. ആ ഒരു പൊട്ടലാണ് നമുക്ക് സ്പോർട്ട് മോഡിൽ പ്രധാനമായിട്ട് കേൾക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് സ്പോർട്ട് പ്ലസ് അല്ലേ, സ്പോർട്ട് പ്ലസ്. ഇനി അടുത്തത് സ്പോർട്ട് പ്ലസ് ആണ്, ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള മോഡ് അതാണ്. ആ പൊട്ടലും ചീറ്റലും ആ ഒരു മുഴക്കവും എല്ലാ എക്സോസ്റ്റിനോട് ഗംഭീരമാണ്. അപ്പോൾ ഇനി നമുക്കിനി ഓടിച്ച് നോക്കാം. അപ്പോൾ CLA53 AMG ഓടിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും രസകരമായ ഒരു കാര്യം തോന്നുന്നത് ഈ കാണുന്ന ഈ സീറ്റ് ബെൽറ്റ് ഹോൾഡർ ഉണ്ടല്ലോ, ഇത് ഓട്ടോമാറ്റിക്കലി മുന്നിലേക്കൊന്ന് വലിയും നമ്മൾ കയറിയിരിക്കുമ്പോൾ. എന്നിട്ട് നമ്മളെ അങ്ങോട്ട് സ്റ്റിഫാക്കി ഇതിൻ്റെ അതങ്ങ് പെടുത്തുകയാണ്. നമ്മൾ ഈ ഒരു എന്താ പറയുക സീറ്റ് ബെൽറ്റ് നമ്മളെ അങ്ങ് ഹഗ് ചെയ്ത് അങ്ങ് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അപ്പം എത്ര വലിയൊരു ഫ്രണ്ടൽ കൊളീഷൻ ഉണ്ടായാൽ പോലും നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഈ സെറ്റപ്പ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വലിഞ്ഞ് നമ്മളെ പൂർണ്ണമായിട്ടും അങ്ങ് സംരക്ഷിച്ച് നിർത്തും. മുന്നിലേക്ക് ഒരിക്കലും പോയി ഇടിച്ച് വിൻഡോ പൊട്ടിച്ചൊന്നും മുന്നിലേക്ക് പോകില്ല. അപ്പോൾ നമുക്കിനി തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മളൊന്ന് റിവേഴ്സ് എടുത്ത് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരല്പം കൂടി ഹൈറ്റ് വയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ 4.2 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. നല്ല ഗംഭീരമായ ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാവുന്നത്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെന്നുള്ളത് കൊണ്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റോഡ് ഗ്രിപ്പ് കൂടുതലുണ്ട്. കൂടാതെ ഓൾ വീൽ ഡ്രൈവാണ്. ഒരു തരത്തിലും നമുക്ക് കൈവിട്ട് പോകുന്നൊരു ഫീലൊന്നുമില്ല. നമുക്ക് എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ, ഇപ്പോൾ അടുത്ത കാലത്ത് സ്ഥിരമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്ന ഫീല് ആ കൈവിട്ട് പോകുന്ന ഫീലാണെങ്കിൽ ഇത്തരം ICE വാഹനങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ ഓൾ വീൽ ഡ്രൈവിൽ കൂടി, അതായത് 4മാറ്റിക് പ്ലസ് എന്ന് പറയുന്ന ബെൻസിൻ്റെ സാങ്കേതിക വിദ്യയോട് വരുമ്പോഴത്തേക്കും സംഭവം എല്ലാം കിടലിനാണ്. ഇപ്പം ഞാൻ വളരെ ശ്രദ്ധിച്ച് ചവിട്ടി ഇങ്ങനെ ഇറക്കിയതാണ് ഇവിടെ. എങ്കിലും അങ്ങനെ തീരെ മോശം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും പറയാനില്ല. നമ്മളിപ്പം തിരിച്ചും മറിച്ച് കുറേ ദൂരം ഓടിച്ചിട്ടും അങ്ങനെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഇഷ്യൂ ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ ഉള്ള വലിയ കുഴികൾ അതുപോലെ വലിയ ഹമ്പുകൾ ഒക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഉൾഭാഗത്ത് നമ്മൾ ഇരുന്ന് അങ്ങ് സീറ്റ് ബെൽറ്റ് വിട്ട് ഓടിച്ചു തുടങ്ങുമ്പോൾ പിന്നെ നമ്മളൊരു ഒരു ക്രൈഡിൽ കിടക്കുന്നൊരു സുഖമാണ്. നല്ല രസമായിട്ട് ആ ഒരു സീറ്റിംഗ് പൊസിഷൻ ആയാലും വിസിബിലിറ്റി ആയാലും എല്ലാം തന്നെ ഗംഭീരമാണ്. പിൻഭാഗത്ത് ഇരിക്കുന്നവർക്ക് ചെറിയൊരു വിൻഡോ ഏരിയ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ചെറിയൊരു ക്രാംഡ് ഫീൽ തോന്നിയേക്കാം. എങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഉൾഭാഗത്ത് ഇത്രയധികം ഒരു എയറി ഫീൽ ഉള്ളതുകൊണ്ട് അത്രയധികം ക്രാംഡ് ഫീൽ തോന്നാനുള്ള സാധ്യതയില്ല. ഇതൊരു എവരിഡേ കാറായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഞാൻ വളരെ മാന്യമായി 49 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ ഇതിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ ഈ 450 കുതിരകൾ ഇങ്ങനെ മതം കൊണ്ട് നിൽക്കുന്നതൊക്കെ ഫീൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നുമില്ല. അപ്പോൾ വളരെ രസമായിട്ട് സ്ലോ സ്പീഡിൽ ആ ഒരു പവർ ആസ്വദിച്ച് ഓടിക്കാം. അല്ലെങ്കിൽ കാര്യമായ രീതിയിൽ അങ്ങ് കാല് കൊടുത്ത് പോവുകയും ചെയ്യാം. രണ്ടിനും പറ്റുന്നൊരു വാഹനമാണ്. അപ്പോൾ എക്സോസ്റ്റ് സൗണ്ട് ഒന്നും വേണ്ട, വളരെ മാന്യമായി പോയാൽ മതിയെങ്കിൽ നമുക്ക് ഈ ഒരു മോഡിൽ അങ്ങ് പോയാൽ മതി. വളരെ ശാന്തമായ രീതിയിൽ പോകാം. എങ്കിൽ പോലും നമുക്കിങ്ങനെ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ മതം കൊണ്ട് നിൽക്കുന്ന ആ ഒരു സംഭവം നമുക്ക് നമ്മുടെ ആക്സിലറേറ്ററിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ കാല് കൊടുക്കൂ എന്നിങ്ങനെ നമ്മൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കും വാഹനം. പക്ഷേ നമ്മൾ മാന്യനായതുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കാല് നമ്മൾ കൊടുക്കില്ല.
അപ്പോൾ എഞ്ചിനിലേക്ക് കൂടുതൽ പോവുകയാണെങ്കിൽ 2999 cc സ്ട്രൈറ്റ് 6 ട്വിൻ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഞാൻ പറഞ്ഞല്ലോ. 450 BSP ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 449 BSP ആണ് ഇതിൻ്റെ പവർ. 560 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു 1500 കഴിഞ്ഞിട്ട് 6500 RPM വരെയാണ്. ആ സമയത്താണ് എഞ്ചിൻ്റെ ആ ഒരു റേവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഹെവി പെട്രോൾ എഞ്ചിനായിട്ട് ഒരു അല്പം പോലും ടർബോ ലാഗ് ഇല്ലാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ഇലക്ട്രിക് കംപ്രസർ വെച്ചാണ് ഈ ഒരു ട്വിൻ ടർബോയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് കംപ്രസർ എന്ന് പറയുന്നത് എഞ്ചിന് ഏറ്റവും ലോവർ RPMലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് ടർബോ ചാർജർ ഓണാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തൊന്നും ഒരു ലാഗും അനുഭവപ്പെടുന്നില്ല. എഞ്ചിൻ്റെ ലാഗ് വരുമ്പോൾ ഈ ഒരു ഇലക്ട്രിക് മോട്ടർ, അതിന് ശേഷമാണ് ഈ ടർബോ ചാർജർ ഓണാകുന്നത്. എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒട്ടും ലാഗില്ലാതെ ആ ഒരു സീംലെസ് ആയിട്ടുള്ള പവർ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. 9 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, ഗംഭീര ട്രാൻസ്മിഷൻ. ഒട്ടും തന്നെ നമുക്ക് അറിയാത്ത രീതിയിലാണ് ഗിയർ ഷിഫ്റ്റുകൾ നടക്കുന്നത്. അതുപോലെ ഈ ഫോമാറ്റിക് പ്ലസ് എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം. അതിൽ ഓൾ വീൽ ഡ്രൈവും അതുപോലെ റിയർ വീൽ ഡ്രൈവും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് എവിടെയാണോ കൂടുതൽ ട്രാക്ഷൻ, എവിടെയാണോ കൂടുതൽ പവർ, അതെല്ലാം അതനുസരിച്ച് ഈ ഒരു സിസ്റ്റം കൊടുത്തുകൊണ്ടേയിരിക്കും. ഉദാഹരണം നമ്മൾ ഡ്രിഫ്റ്റ് മോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ റിയർ വീൽ ഡ്രൈവിലേക്ക് വാഹനം സ്വയം മാറും. അപ്പോൾ ഓൾ വീൽ ഡ്രൈവില്ല. അപ്പോൾ കൃത്യമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ട്രാക്ഷൻ ആയിരിക്കും പിന്നീട് നമുക്ക് വീലുകളിലേക്ക് പകർന്നു കിട്ടുന്നത്. അതുപോലെ മറ്റൊരു കാര്യമാണ് റിയർ ആക്സിൽ സ്റ്റിയർ എന്ന് പറയുന്നത്. 100 കിലോമീറ്റർ താഴെ പോകുമ്പോൾ ഈ പിൻഭാഗത്തെ വീല് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2.5 ഡിഗ്രി ഒന്ന് ചെരിയുമ്പോഴത്തേക്കും അത് നമുക്ക് ആ ഒരു 100 കിലോമീറ്റർ താഴെ പോകുന്ന സമയത്തുള്ള ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും. പക്ഷേ 100 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും വീലുകൾ സെയിം ഡയറക്ഷനിലൊന്ന് തിരിയും. അപ്പോൾ 0.7 ഡിഗ്രിയിലാണ് തിരിയുന്നത്. ആ സമയത്ത് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും. അപ്പം രണ്ട് തരത്തിൽ 100 കിലോമീറ്ററിന് കൂടുതലും അതിൽ താഴെയുമാണെങ്കിൽ റിയർ വീലിന് ആ ഒരു ചെറിയ ഒരു ഡയറക്ഷൻ ചേഞ്ച് വരുത്തിയിട്ടാണ് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്. അതുപോലെ കംഫർട്ട്, സ്പോർട്ട് പ്ലസ് തുടങ്ങിയ മോഡുകളുണ്ട്. കൂടാതെ ഇൻഡിവിജ്വൽ പോലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ വേണം കസ്റ്റമൈസ് ചെയ്യാവുന്ന മോഡുകളും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. മോഡറേറ്റ്, സ്പോർട്ട്, അഡ്വാൻസ്ഡ്, ഡൈനാമിക്, പ്രോ, റൈസ്, അങ്ങനെ പല മോഡുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോന്നിനും അനുസരിച്ച് എക്സോസ്റ്റ് നോട്ട് അടക്കമുള്ള കാര്യങ്ങൾ, ട്രാക്ഷൻ്റെ കാര്യങ്ങൾ, സസ്പെൻഷൻ സെറ്റിങ്സ്, അത്ര എല്ലാ കാര്യങ്ങളിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അപാരമായ റോഡ് ഗ്രിപ്പും അപാരമായ കോർണറിങ് ഒരു എബിലിറ്റി, അതുപോലെ തന്നെ സ്ട്രൈറ്റ് റോഡ് എബിലിറ്റി എല്ലാ കാര്യത്തിലും ഗംഭീരമാണ്. പിന്നെ ഇപ്പോൾ റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. സസ്പെൻഷൻ ആണെങ്കിലും തകർപ്പൻ. ഏതായാലും ഇത്രയും നല്ല വെയിറ്റുള്ള വാഹനമാണ്. അത് വെയിറ്റുള്ള അതുകൊണ്ട് കിട്ടുന്ന മറ്റൊരു സ്റ്റെബിലിറ്റി, എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ വാഹനം സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റിങ്ങിൻ്റെ പൊസിഷനും സീറ്റിൻ്റെ കംഫർട്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യമുള്ളത് തൈ സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ നല്ല തൈ സപ്പോർട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എങ്കിൽ പോലും അത് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന മുന്നിലേക്ക് നീണ്ടു വരുന്ന ആ ഒരു ഭാഗം കൂടിയുണ്ട്. അങ്ങനെ വേണമെങ്കിൽ തൈ സപ്പോർട്ട് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും വളരെ കംഫർട്ടബിൾ സീറ്റിംഗ് പൊസിഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പോർട്സ് കാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി യൂസിന് പറ്റുമെന്നുള്ള കാര്യമാണ്. കാരണം വളരെയധികം ശ്രദ്ധാകേന്ദ്രമാകും നിങ്ങളെന്നുള്ള കാര്യം സംശയമില്ല. അതോടൊപ്പം തന്നെ ഇത്രയും പവർ നമുക്ക് ദിവസവും സാധാരണ ഒരു ഓഫീസിൽ ഓടിച്ചു പോകാൻ വേണ്ടി ആവശ്യമുണ്ടോ എന്നൊക്കെ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എപ്പോഴും പതുക്കെ ഓടിച്ചു പോകാൻ ഭയങ്കര രസമാണ്. ആ ഒരു പവർ നിലനിർത്തിക്കൊണ്ട് രസകരമായിട്ട് കാഴ്ചയൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോവുക. ആ ബർമിസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷേ നമുക്ക് ഹൈവേ പോലുള്ള സ്ഥലങ്ങളെത്തുമ്പോൾ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ എന്തായാലും നമുക്കിനി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് മാറ്റി നമുക്ക് ഇനി എന്തിലേക്കാക്കാം നോക്കട്ടെ. ഇൻഡിവിജ്വൽ, സ്പോർട്ട് പ്ലസ്സിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ വളവ് തിരിഞ്ഞതിന് ശേഷം ഒന്ന് സ്പോർട്ട് പ്ലസ്സിലെ സൗണ്ട് കണ്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഞാനൊന്ന് സ്പോർട്ട് പ്ലസ്സിൽ കാല് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രകടനത്തോടു കൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിക്കുകയാണ്. ഇനിയും കൂടുതൽ കലാപരിപാടിക്ക് എന്നാൽ അവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെക്കിംഗ് അല്ല ടെസ്റ്റിങ്ങും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കൂടെ പോയി ഓഫീസിൽ പോയി കൈയും കെട്ടി നിൽക്കാൻ എനിക്ക് വയ്യാത്തത് മൂലം പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് വിട പറയുകയാണ്. അപ്പോൾ നിങ്ങൾ CLE 53 AMG എന്തുകൊണ്ട് വാങ്ങിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഡേ ടു ഡേ സ്പോർട്സ് കൂപ്പെ എന്നുള്ള ഒരു പ്രത്യേക ഗണത്തിൽപ്പെടുന്ന വാഹനമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഓഫീസിൽ പോകാം. അതോടൊപ്പം തന്നെ വീക്കെൻഡുകളിൽ ചവിട്ടി പിടിച്ച് പോവുകയും ചെയ്യാം. ആ ഒരു എക്സോസ്റ്റ് നോട്ടിൻ്റെ ആ ഒരു മാധുര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട്.
പണ്ട് കോട്ടയത്ത് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ബോറടിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. പിന്നെ അടിപൊളിയായി, അടിയന്തരമായി, ആൾക്കാരായി, അങ്ങനെ വീട്ടിലാകെ രസമായി, ബോറടി മാറി കിട്ടിയെന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഇങ്ങനൊരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബോറടിയൊന്നുമില്ല കേട്ടോ. ജീവിതം മൊത്തത്തിൽ ആവേശകരമാകും, ഗംഭീരമാകും, അതീവ രസകരവുമാകും. എന്തായാലും കാഴ്ചയിലായാലും കാര്യപ്രാപ്തിയിലായാലും ഇദ്ദേഹം ഒരു സംഭവം തന്നെയാണ്. ഒരല്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവ് പോലുള്ള കാര്യങ്ങൾ പോലും ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഗ്രിപ്പിനെയും സഹായിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് വാഹനമായതുകൊണ്ട് തന്നെ അങ്ങേയറ്റം കോൺഫിഡൻ്റാണ് നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഒരു യൂസ് കിട്ടണമെങ്കിൽ നമുക്ക് പുതിയ ഹൈവേകളൊക്കെ തുറന്നേ പറ്റൂ. അത് കഴിയുമ്പോൾ നമുക്ക് ചവിട്ടി പിടിച്ച് പോകാൻ സാധിക്കും. അപ്പോഴും പക്ഷേ സ്പീഡ് ക്യാമറകളെ ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ എന്താണ് വില എന്ന് ചോദിക്കുകയാണെങ്കിൽ CLE 53 AMG എന്നൊരു വാഹനത്തിന് ഒരേ ഒരു വേരിയൻ്റ് ഇന്ത്യയിലുള്ളൂ. ഫുള്ളി ലോഡഡ് വേരിയൻ്റാണ് ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. 1.35 crores ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വില. പിന്നെ മൈലേജ് എന്നൊക്കെ പറയുന്നത് 4-5 വരെയൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്. 1,35,00,000 രൂപ എക്സ്ഷോറൂമിലേക്ക് വാഹനം വാങ്ങിക്കുന്ന ആളെ സംബന്ധിച്ച് അത് വലിയ സംഭവമൊന്നുമല്ല. പീനട്സ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ മൈലേജ് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും ഏതൊരു വാഹനം കണ്ടാലും മൈലേജിനെ പറ്റി സംസാരിച്ചേ മതിയാവൂ. അപ്പോൾ അതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കേണ്ട, അത് ആ ഒരു NFOയുടെ കാര്യമാണ്. നവംബർ 9 വരെയാണ് നിങ്ങൾക്ക് ആ ഒരു NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക. അതായത് ഇനി 11 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും പുതിയ ബെൻസ് CLE 53 AMGയുടെ വിശേഷങ്ങൾ. എന്തായാലും ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി, അത് എഞ്ചിൻ റൂമാണ്. അതുകൂടെ കണ്ടതിന് ശേഷം നമുക്ക് വിട പറയാം. അപ്പോൾ ബൈ.